We are back on charge, guys. Yes. एयरफोर्स में क्या? एयरफोर्स में नहीं फॉलो ही don't रही। आप कहाँ से मुझे फॉलो कर रहे थे? हम लोग पिछले 10-12 किलोमीटर से फॉलो कर रहे हैं। ഹലോ നമസ്കാരം, എല്ലാവർക്കും റൈഡ് റിയൽ ഇന്ത്യയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ ഇതാ നമ്മുടെ റൈഡ് റിയൽ ഇന്ത്യ പഞ്ചാബിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി നിൽക്കുകയാണ് ഗൈസ്. അതെ, മുമ്പത്തെ വീഡിയോസ് കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി നോക്കുക. അപ്പോൾ ഇവിടുത്തെ വൈബുകളും ചിൽ പരിപാടികളൊക്കെ അതിലുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നിതാ രാവിലെ നേരത്തെ എഴുന്നേറ്റിരിക്കുകയാണ് ഞാൻ ഇവിടെ വന്നിട്ട്. ഇത്ര നേരത്തെ ഇതിനു മുമ്പ് എഴുന്നേറ്റിട്ടില്ല. സമയം ഏകദേശം 6:30 വരുന്നുള്ളൂ. നോക്ക് ഇവിടുത്തെ ഗ്രാമത്തിലെ വൈബ് നോക്ക്. യെസ്, ആരേ മാജി. അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. മാജി വിളിക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ നയിച്ചത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ ഗൈസ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ദഹിയുണ്ട്, സർസോക്കെ സാത്ത് ആൻഡ് റോട്ടി ഉണ്ട് ഗൈസ്. അതെ ഇത് ഈ സർസോക്കെ സാത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങുമ്പോൾ കണ്ടില്ല, അവിടെ ഒരു മഞ്ഞപ്പൂ, ആ മഞ്ഞപ്പൂവിൻ്റെ തണ്ടിട്ട് ഉണ്ടാക്കുന്ന സാധനം. അടക്കിട്ടുള്ള സാധനമാണ്. എന്നാലും രാത്രി ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മൊത്തം സെറ്റായിട്ടുണ്ട്, ഡ്രസ്സൊക്കെ ചെയ്തു, കാര്യങ്ങളുടെ വേസ്റ്റ് ബാഗൊക്കെ വെച്ചു. അതുപോലെ തന്നെ ഈ ബാഗാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. പറയാൻ മറന്നു, നമ്മൾ ഇന്ന് അമൃത്സറിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാൻ പോയിട്ട് എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്ലീപ്പിംഗ് ബാഗൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സ്ലീപ്പിംഗ് ബാഗും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഹെൽമെറ്റും ക്യാമറ ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും നമുക്ക് ഇറങ്ങാൻ സമയം ഏകദേശം 8:15 വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹെൽമെറ്റും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ ബാക്ക് യാർഡിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് ഗൈസ്, നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ഹലോ ബ്രോ. ഇനിയിപ്പോൾ ഞാൻ വണ്ടിയൊക്കെ ഒന്ന് കിക്കറിൽ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇന്നലത്തെ തണുപ്പാണ് ഇപ്പോൾ ഈ വണ്ടീൻ്റെ സീറ്റുമൊക്കെ കാണുന്നത്. യെസ് ഗായ്സ്, മൊമെൻ്റ് ഓഫ് ട്രൂത്ത്. ഓയിൽ ചെക്ക് ചെയ്യാണ്. ഊരി തുടച്ചു, പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടൊന്ന് തിരിച്ചു. നമുക്ക് നോക്കാം ഓയിൽ എത്രമാത്രം ഉണ്ടെന്ന്. യെസ് ഗായ്സ്, ഓയിലുണ്ട് ഗായ്സ്, ഓയിലുണ്ട്. എത്രമാത്രം ഓടിയാ അറിയോ? 6500 കിലോമീറ്ററായി. 2500 മാറ്റിയത് മുമ്പത്തെ 4000 കിലോമീറ്ററോ ഗൈസ്. പണി. ബാറ്ററി ഈസ് ഫുള്ളി ഡൗൺ. ബാറ്ററി മൊത്തത്തിൽ ഡൗൺ ആയിട്ടുണ്ട്. ഞാൻ അതേ സൊല്യൂഷൻ കണ്ടെത്തട്ടെ ഗൈസ്. നമ്മളിതാ ബാറ്ററി അതിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്തിരിക്കുന്നു. ഇനി ബാറ്ററി മാറാൻ പോവാണ്. വേറെ ഒന്നും നമുക്ക് യാതൊരു ചാൻസ് ഇല്ല ബാറ്ററി മാറണം. കാരണം നോർത്ത് പോകുമ്പോൾ തണുപ്പ് ഇനിയും കൂടാൻ പോവാണ്. അപ്പോൾ ബാറ്ററി മാറൽ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ബാറ്ററി മാറാം. മിൻഡ് ബ്രോ ബൈക്ക് എടുത്ത് ഇറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ ബാറ്ററി മാറ്റാൻ പോവാണ് ഫുൾ പവറിൽ. മിൻഡ് ബ്രോൻ്റെ കമ്പനിക്കാരനെ വിളിച്ചിട്ട് മിൻഡ് ബ്രോ ബാറ്ററി ഒക്കെ സെറ്റ് ആക്കിയിട്ടാ. മിൻഡ് ബ്രോ ആജോ. അങ്ങനെതാ നമ്മൾ ബാറ്ററി ഷോപ്പിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ആംബ്രോൻ്റെ 5ൻ്റെ ബാറ്ററി ഉണ്ടാകാൻ സംശയം കുറവാണ്. ആംബ്രോൻ്റെ ബാറ്ററി ഒന്നും ഇവിടെ കാണാനില്ല. അങ്ങനെ ഞാനും മിൻഡും കൂടി ആംബ്രോൻ്റെ ബാറ്ററി മിൽഗാന ആംബ്രോൻ്റെ ബാറ്ററി കിട്ടി ഗൈസ്. ഞങ്ങൾ ആംബ്രോൻ്റെ ബാറ്ററിക്ക് വേണ്ടി ആദ്യം കുറേ നടന്ന്. ആദ്യം വന്ന കടയിൽ ആംബ്രോൻ്റെ ബാറ്ററി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കടയിൽ വന്ന് ആംബ്രോൻ്റെ 4ൻ്റെ ബാറ്ററിയാണ് സാധാരണ സ്കൂട്ടറിലൊക്കെ യൂസ് ചെയ്യുക. പക്ഷേ നമ്മളത് BS6 മോഡലായതുകൊണ്ട് 4ൻ്റെ ബാറ്ററി വണ്ടി ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആയി നിങ്ങൾ കണ്ടതല്ല. അപ്പോൾ നമ്മൾ 5ൻ്റെ ബാറ്ററിയാണ് ഗൈസ് വാങ്ങിയിട്ടില്ല. 1300 കടക്കാരൻ ബാറ്ററിക്ക് പറഞ്ഞത്. നമ്മൾ 100 രൂപ കുറച്ച് 1200 അത് ഉറപ്പിച്ചു. കാരണം നമ്മളെ പഴയ ബാറ്ററി നമ്മൾ മൂപ്പർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതാ ഈ കടയിൽ വന്നിട്ട് നമ്മൾ അവിടെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ATM ഒക്കെ കടവായിരുന്നു. ഈ കടയിൽ വന്നിട്ട് 30 രൂപ കൂടുതൽ കൊടുത്തിട്ടാണ് നമ്മൾ ക്യാഷ് എടുത്തത് ഗൈസ്. അഭി തോ ഹം ചലത്തെ ഫിർ. അങ്ങനെ ഇതാ ഈ കടയിൽ നിന്ന് നമുക്ക് അവസാനം ബാറ്ററി കിട്ടിയത്. ഗ്യാരണ്ടി കാ കാർഡ് फिलअप करके दीजिए. 2 ईयर का गारंटी है. അപ്പോൾ 2 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. അതാണ് ആമറോണ് പൈസ കൊടുത്ത കാര്യങ്ങളൊക്കെ സെറ്റാവും. അങ്ങനെ ബാറ്ററിയുടെ ഗ്യാരണ്ടി കാർഡും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ മുമ്പ് ചായ കുടിച്ചിട്ട് പോകാറുണ്ട്. നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ റൈഡ് ചെയ്യാൻ ഓൾ ഓവർ ഇന്ത്യ റൈഡ് ചെയ്യാൻ മുമ്പ് ചായ കുടിച്ചിട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞത്. വേറെ ചായ നമ്മൾ തോടായി കാഫിയ. പഞ്ചാബിൻ്റെ സ്നേഹമാണ് ഗൈസ്, പഞ്ചാബിൻ്റെ സ്നേഹമാണ്. പോയി പോലത്തെ ഹമാരാ ഭാഷ. അങ്ങനെ നമ്മൾ ബാറ്ററി എടുത്ത് പോവുകയാണ്. गारंटी कार्ड अंकल, गारंटी कार्ड में सब फिल किया ना आपने? सब फिल किया ना? ओके तो चलता हूँ भाई, थैंक यू. നമ്മൾ ഇവിടുന്ന് പോകുന്നുണ്ട്. उसका अंदर डालते हैं. പഞ്ചാബി വൈബ്സ് ട്രാക്ടർ കണ്ടിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്പീക്കറൊക്കെ വെച്ച് ഫുൾ പവർ ട്രാക്ടർ ആട്ടോ. വേറെ മൂഡ് സാധനം. മിണ്ടുവിനെ കണ്ടെങ്കിൽ ഇന്ന് റൈഡർ മിണ്ടുവിനെ കണ്ട് പോലീസ് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ റൈഡർ മിണ്ടു ഉണ്ടാ വിട്ട് കൊടുക്കുക. റൈഡർ മിണ്ടു ഓ ഇഷ്ടിക രക്ഷപ്പെട്ടു. ഇവിടെ ക്രിക്കറ്റ് കളിക്കുമോ? പക്ഷെ റൈഡർ മിൻഡു വേറെ ലെവലിലാണ്. മിൻഡു സാറാ അവിടെ പോലീസ് ഉണ്ട്. പക്ഷേ നമ്മളെ വീട്ടിലുള്ള ഷോർട്ട് കട്ടിൽ. അങ്ങനെ അതാ നമ്മൾ ആംബ്രോൻ്റെ ബാറ്ററിയുമായി വീട്ടിൽ തിരിച്ചെടുക്കുന്നു ഗൈസ്. മിൻഡു ഭായി അതാ ബാക്ക് യാർഡിക്ക് വണ്ടി കയറ്റി കണ്ടിരിക്കുന്നു. യെസ് നമ്മളെ പയ്യന് പുതിയ ഹാർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഭായ് ലേലിയ നയാ ബാറ്ററി ലേലിയ. ഇനി നമ്മളിതാ ഫ്രണ്ട് പോർഷൻ ഊരുന്നു. നമ്മളെ പുതിയ ബാറ്ററി നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കയറ്റുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം.
അങ്ങനത്തെ ബാറ്ററി നമ്മൾ കയറ്റിയിട്ടുണ്ട്. 4ന്റെ ബാറ്ററി അല്ല, 5ന്റെ ബാറ്ററി അല്ല. 5ന്റെ ബാറ്ററി ആണെങ്കിൽ കുറച്ച് ഹൈറ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ ഇതാ കണക്ഷനൊക്കെ പ്രോപ്പറായിട്ട് വരും. നമ്മൾ ട്രാക്കർ ഇതാണ് കേട്ടോ. ട്രാക്കറിൻ്റെ വയർ 2 വയറാണ് വരിക. ഒരു വയർ ഇങ്ങോട്ട് ഒരു വയർ ഇങ്ങോട്ടാണ് വരിക. അതും പ്രോപ്പറായിട്ട് സെറ്റാണ്. ഇനി എന്തായാലും നമുക്കിത് ഫിറ്റ് ചെയ്ത് നോക്കാം. യെസ്, എൻ്റെ ഉപ്പ പറഞ്ഞ പോലെ 5ന്റെ ബാറ്ററി സെറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് സീ, എന്തായാലും നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം. അതായത് നമ്മൾ ബാറ്ററി പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്, എന്തായാലും കിക്കറിലൊന്ന് സ്റ്റാർട്ടാക്കി നോക്കട്ടെ. We are back on charge guys. Yes, നമ്മളെ ബോയ് ഇതാ ഫുൾ ഓൺ ഫുൾ പവറിൽ പുതിയ ഹാർട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ വണ്ടി മൊത്തം അടച്ചിരിക്കുന്നു. വണ്ടി കുട്ടപ്പനായിരിക്കുന്നു. ഇനി യാതൊരു കാര്യം പേടിക്കാനില്ല ഗൈസ്, യാതൊരു കാര്യം പേടിക്കാനില്ല. ഓയിലുണ്ട്, ബാറ്ററി ഉണ്ട്, വണ്ടിയും സെറ്റാണ്, ഞാനും സെറ്റാണ്. മുമ്പിലേക്കുള്ള ജേണി ഡബിൾ പവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിനനുസരിച്ച് യാത്ര പവറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വേറെ സംഭവം കാണിച്ചിടാം. ഇന്നലെ നമ്മൾ പശുക്കൾ പോയല്ല, കറുപ്പ് പശുക്കൾ പോയി. പുതിയ വെള്ളിയും കറുപ്പുള്ള ഇവനും ബ്രൗൺ പശുവും വന്നു അല്ലേ. നയ പശു ആകെയാ ഗൈസ്. ഓൾ സെറ്റ്. കുറച്ച് നേരം വൈകി, പക്ഷേ അതൊരു സീനല്ല. നമുക്ക് ഇനിയും സമയം ഇഷ്ടം പോലെയാണ്. 11 മണിയാവുന്നുള്ളൂ. നമ്മൾ 9 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. മിണ്ടുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടന്നു. तो मैं फिर जाके आता हूँ, कल मिलता हूँ. कुछ बात हो तो मैं आपको फ़ोन करता हूँ. ബൈ ബൈ, താങ്ക് യു ഫോർ ദ ഹെൽപ്പ് മാൻ. ഇവിടെ വന്നിട്ട് ഇത്ര ദിവസമായെങ്കിലും ഇന്നാണ് നമ്മൾ കാര്യമായിട്ട് ഈ വണ്ടി എടുത്ത് പുറത്തേക്ക് ഒരു സ്പിന്നടിക്കാൻ ഇറങ്ങുന്നത്. പഞ്ചാബിൽ കാര്യമായിട്ട് കാണാനും ചണ്ഡീഗഡ് ഉണ്ട് മെയിൻ സിറ്റി. അല്ലാതെ ഈ സൈഡിൽ വരുമ്പോൾ അമൃത്സർ, ജലന്ധറൊക്കെ പറയാനുണ്ട്. പക്ഷേ നമുക്ക് കാര്യമായിട്ട് ട്രാവലേഴ്സിന് കാണാൻ ഗോൾഡൻ ടെമ്പിളും വാഗാ ബോർഡറൊക്കെ തന്നെയാണ്. അത് ഇന്ത്യൻ്റെ വൺ ഓഫ് ദ ഐക്കോണിക് സാധനങ്ങളാണ്. അതെന്തായാലും ഞാൻ കാണണമെന്ന് വിചാരിച്ചതുമാണ്. ആൻഡ് വി ആർ ഓൺ ദ റോഡ് ഗൈസ്. ലെറ്റ്സ് ഗോ. പാടങ്ങളൊക്കെ എന്ത് പൊളിയാണെന്ന് അല്ല, കിഡില വൈബാണ്. അവിടുത്തെ ഫ്രഷ്നെസ്സിനെ കുറിച്ച് ഞാൻ എത്ര പറഞ്ഞാലും അത് മതിയാവൂല ഗായ്സ്. നമ്മൾ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. നമ്മളെ വീടിൻ്റെ അവിടുന്ന് മെയിൻ റോഡിലേക്ക് 2 കിലോമീറ്റർ ആണ് വരുന്നുള്ളൂ. അതായത് 2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാമത്തിലാണ് വരുന്നത്. പക്ഷേ ഈ മെയിൻ റോഡിലൊന്നും നമുക്ക് എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും കിട്ടും. ഇനിയിപ്പോൾ അമൃത്സർക്ക് നേരെ ലെഫ്റ്റ്, ഇതാ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴി ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഓബിയസ്ലി. യെസ് ഗൈസ്, ഇനി നമുക്ക് ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് യാത്ര തുടങ്ങാം. പമ്പിലെത്തിയിട്ടുണ്ട്. केरला से आया हो, पूरा भारत घूम रहा हो स्कूटर. अच्छा, तो लगेज के लिए अभी तो शायद एयरफोर्स में हो. क्या एयरफोर्स में हो? नहीं मैं तो अभी तो ऐसे യൂട്യൂബ് पर വീഡിയോ बनाता हूँ. താങ്ക് യു ബൈ. മൂപ്പർ ഇന്നോട് വന്നിട്ട് എയർഫോഴ്സിലാണോന്നൊക്കെ. അങ്ങനെതാ ഞാൻ പോകുന്ന വഴിക്ക് നമ്മളെ കരിമ്പ് ജ്യൂസ് ഉണ്ടല്ലോ, മൂപ്പര് വെക്കണമൊക്കെ ബൈക്കിലാണ് മെഷീനൊക്കെ ആയിട്ട് കരിമ്പ് ജ്യൂസ് വെക്കുന്നത്. ഉള്ളിൽ നാരങ്ങൊക്കെ വെച്ചിട്ടുള്ള നല്ല കിടിലൻ കരിമ്പ് ജ്യൂസാണ്. പഞ്ചാബിൻ്റെ കരിമ്പല്ലേ, തണുപ്പും മധുരവും അടങ്ങിയിട്ടുള്ള കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. ഇവിടെ നമുക്ക് ഫുള്ള് ഗ്രാമപ്രദേശം, വേറെ വൈബ് കരിമ്പ് ജ്യൂസും. ആഹാ, എന്താ കൂടുതൽ ചോദിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. ഇനി ഇവിടുന്ന് നമ്മളെ ഗോൾഡൻ ടെമ്പിൾക്ക് വരുന്ന 80 കിലോമീറ്റർ മാത്രമാണ് കേട്ടോ. അധികം ഒരു സീനില്ല ഓടിക്കാൻ, കാരണം റോഡൊക്കെ ഇതുപോലെ കാലിയാണ്. എൻ്റെ വണ്ടിനെ കുറിച്ച് ജ്യൂസ് വലിയ ലസ്സി ഗ്ലാസ്സിലാണ് ഒഴിച്ച് കരിമ്പ് ജ്യൂസ് സെറ്റാക്കുന്നത്. ഓഹോ, ഇത് വലിയ കിടിലൻ ഗ്ലാസ് ആണല്ലോ. താങ്ക് യു. ഏതോ ബോധ ബഡ ഗ്ലാസ് മടിയാ. മോനെ പറഞ്ഞ കരിമ്പ് ഫ്രഷും ആ മധുരവും നാരങ്ങയ്ക്ക് ഇവിടെ കൂടിയുണ്ടല്ലോ, പൊളിച്ച്. ഗ്ലാസിന്റെ വലിപ്പം നോക്കിൻ്റെ തലന്റെ വലിപ്പമുള്ള ഗ്ലാസ്സാണ് വെച്ചാൽ. ഞാൻ എന്തായാലും കുടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് ഡബിൾ പവറായിട്ട് റോഡിലേക്ക് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റോഡ് നോക്ക്, ചുറ്റും മരങ്ങളും കൃഷിഭൂമിയും നടുവ് കൂടി നമ്മളെ റോഡും ലെവല്. റോഡ് പോലെ തന്നെ റോഡ് സൈഡിലും ഉണ്ടാവും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കച്ചവടക്കാരും ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രഷാണ്. നമ്മളിത് ഹൈവേയിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അമൃത്സറിലേക്ക് ഇനി വരുന്നത് 40 കിലോമീറ്റർ ആണ്. ഒരു ബ്രേക്ക് എടുക്കണം ഇവിടെ എവിടെയെങ്കിലും, കാരണം 19 കിലോമീറ്റർ കണ്ടിന്യൂസ് സ്ട്രെച്ചായിരുന്നു. ഹൈവേ ഉണ്ട് വിട്ടോട്ടെ. എന്തെങ്കിലും നൈസായിട്ട് ചിന്ന സ്നാക്ക് എന്തെങ്കിലും കഴിക്കാം, വേറെ ഒരു പവർ കൊടുക്കാം. പിന്നെ അല്ല എയർ ഇന്ത്യൻ്റെ ഒരു ഫ്ലൈറ്റ് നോക്കി. ഒറിജിനൽ ഫ്ലൈറ്റ് ആണോന്നും അറിയില്ല കേട്ടോ. ഒറിജിനൽ ആണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഒരു ഫ്ലൈറ്റ് അവിടെ പൊളി. ഗായ്സ്, നമ്മൾ ഏകദേശം അമൃത്സറിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഗോൾഡൻ ടെമ്പിൾക്ക് വെറും വരുന്നത് 12 കിലോമീറ്റർ മാത്രമാണ് ഗായ്സ്. അതെ, ഒരു വലിയ സ്ട്രെച്ചിന് അടിച്ചു. റോഡുകൾ ഇതുപോലെയല്ല വൈഡ് ആൻഡ് ഓപ്പൺ ആയിട്ടുള്ള റോഡുകളായിരുന്നു. എല്ലാവരും പറന്ന് പോകുന്നുണ്ടില്ലേ, അതേ ലെവലിലായിരുന്നു ഞാനും പറന്ന് വന്നിരുന്നത്. നമ്മൾ പോയി പാന്തർനെറ്റ്. യെസ്, അതുപോലെ തന്നെ
2 പാക്കറ്റ് കുർക്കുറ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രാമത്തിലായിരുന്നല്ലോ, അവിടുന്ന് കുർക്കുറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കുറച്ചായിട്ടായിരുന്നു. അപ്പോൾ അതിനൊരു ചെറിയ ക്രേവിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പുള്ള കടയിൽ നിന്ന് അത് മേടിച്ച് എന്നിട്ട് ബ്രേക്ക് എടുത്തിട്ട് കുർക്കുറ കഴിച്ചിട്ട് നമ്മളെ ജേണി തുടരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഒരു 12 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ കുർക്കുറ കഴിച്ച് ചില്ല് ചെയ്യട്ടെ ഗൈസ്, എന്നിട്ട് വരാം. അമൃത്സറിൽ വരുമ്പോൾ എന്താ ഗോൾഡൻ ടെമ്പിളിൻ്റെ ആണ്ട് പോകുന്നിടത്ത് ഞങ്ങളുടെ ഗോൾഡൻ കവാടം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കവാടം എന്നാ വലുപ്പമുള്ള കവാടം പറയാം. അമൃത്സർ സിറ്റിൻ്റെ ഒരു വൈബ് തന്നെ ഉണ്ടാ. ഈ സൈഡ് കാണുന്ന ഈ പനകളും ഈ ബസ് സ്റ്റാൻഡാണ് ഈ സൈഡ് കാണുന്നത്. എന്ത് വൈബ് നോക്കി ഇടുന്ന വൈബല്ല. അതെ അവിടെ നമ്മളെ മെട്രോ ഇടുന്നവർ കോഴി ഇട്ടിട്ടാണ് കയറുക. അത്യാവശ്യം ഓർഗനൈസ്ഡ് സിറ്റിയാണ് തോന്നുന്നത് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നുന്നു. ഓ മൈ ഗോഡ്. ओके केरला से. अच्छा तो हिंदी बोलते हैं वैसे हाँ थोड़ा कम बहुत कम बोलते हैं. मुझे तो हिंदी भी आता है. അങ്ങനെ ഇതാ ഞാൻ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 ഭായികാരെ കിട്ടിയിട്ടുണ്ട്. ഹായ് बोल दीजिए. हाय. आप ഇവരെന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. आप कहाँ से मुझे फॉलो कर रहे थे? हम लोग पिछले 10-12 किलोमीटर से फॉलो कर रहे हैं. 10-12 കിലോമീറ്റർ से ഫോളോ कर रहे हैं. ഈ ഗായ്സ് കുറേ ബാക്ക് തന്നെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് നിന്നു. അങ്ങനെ ഇവർ നല്ല ഇൻഫോർമേഷൻസ് ഒക്കെ തന്നിട്ടാ ഗോൾഡൻ ടെമ്പിളിനെ പറ്റിയിട്ട് അടിപൊളിയായി. കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റായി. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ ഗോൾഡൻ ടെമ്പിളിൻ്റെ ആണ്ട് പോകണം, വാഗാ ബോർഡറിൻ്റെ ആണ്ടൊക്കെ പോകണം. ഞങ്ങൾ സംസാരിക്കട്ടെ. അങ്ങനെ ഇവരിനോട് വിട പറഞ്ഞു പോവാണ്. ബ്രോ എന്നെ രാത്രി കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് രാത്രി ആയേക്കാൻ ആ പിന്നെ ബ്രോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോവാണ്. टेक केयर ब्रो, जरूर जल्द से ठीक हो जाएगा. मेरा प्रेयर्स आपका साथ हो. थैंक यू. और आपको रात में मिलते हैं. भैया का चैनल सब्सक्राइब कर लो. ओ ये बात सब्सक्राइब याद रखो. बेल आइकन क्लिक करना मत भूलना. इन्ना अल्लाह बेल आइकन കൂടി അടിച്ചോളൂ. പവർ. फिर मिलते हैं. ഓക്കെ ബൈ. നമുക്ക് ഇനി നമ്മളെ പ്ലാൻ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ നേരെ വാഗാ ബോർഡറിന് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. വാഗാ ബോർഡറിൻ്റെ അവിടെ ഗ്യാതറിങ് 4 മണിക്കാണ്. 5 മണിക്കാണ് ഫ്ലാഗ് ഓഫിൻ്റെ ടൈമൊക്കെ. ഫ്ലാഗ് ഓഫും പരിപാടികളൊക്കെ 5 മണിക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഫ്ലാഗ് ഓഫും പരിപാടികളൊക്കെ കണ്ട് വന്നിട്ടാണ് പിന്നെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്നത്. വേറെ കണ്ടുകൊണ്ട് പ്ലാന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു പ്ലാൻ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന്. കറക്റ്റ് ടൈമിൽ ആൾക്കാരെ കണ്ടു, പ്ലാൻ പ്രോപ്പറായി സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ എന്നാൽ വാഗാ ബോർഡറിന് അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ. അമൃത്സറിൻ്റെ ട്രാഫിക്കിൽ വന്ന് പെട്ട ഞാനാണ് കഴിച്ചത്. ഈ ട്രാഫിക്കിൽ പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പ് ചോദിച്ചു. യെസ്, കട്ട ട്രാഫിക്കാണ്. യൂ ടേൺ എടുക്കാനാണ് ഇപ്പോൾ ഈ ട്രാഫിക്ക് കാണുന്നത്. അത് കഴിഞ്ഞാൽ ട്രാഫിക് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഗായ്സ് ഞാൻ റോഡിൽ മിന്നിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് പിന്നെ ഗോപ്രോയിൽ വരാൻ. ഗോപ്രോയിൽ സൗണ്ട് എഫക്റ്റ് ഭയങ്കര സീനാണ്. സത്യം മോട്ടോ വ്ളോഗിങ്ങിനുള്ള സെറ്റപ്പ് നമ്മൾ എത്തില്ല. നമ്മളിതൊരു ഗോപ്രോ ഉണ്ടെന്നുള്ളൂ, ഒരു സെറ്റപ്പ് അല്ല. 5 ആണ്. പിന്നെ നമ്മൾ വാഗാ ബോർഡറിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ ഇതുപോലെയാണ്. നല്ല കിടിലൻ റോഡാണ്. പട്ടാളക്കാരെ വണ്ടിയൊക്കെ നമ്മളെ ബാഗ്സിൻ്റെ അടുത്തുള്ള ടൈപ്പ്. യെസ്, സെയിം വണ്ടി. റോഡ് അടിപൊളിയാണ്. ഇപ്പോഴാണ് 4 വണ്ടി ഇങ്ങനെ കൂടി. ഇതുവരെ ഞാൻ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു വൈക്കോലൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു സ്പീക്കറിന് ഫുൾ ഓൺ ജാമിങ്ങാണ് വെച്ചത്. പിന്നെ അല്ല വഞ്ചാമി വൈബ്രോണ്. അയ്യോ അങ്ങനെ ഇപ്പം ഇതിനെ എവിടുന്ന് വെക്കണം? മലപ്പുറത്തിൻ്റെ നന്നായിരിക്കും. അങ്ങനെ നമ്മളിത് വാഗാ ബോർഡറോട് അടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. 18 കിലോമീറ്റർ കൊണ്ട് വാഗാ ബോർഡർ കിട്ടാം. ഈ സൈഡിലൊക്കെ മിലിറ്ററിൻ്റെ പല സെറ്റപ്പ് പരിപാടികളാണ്. യെസ് ഗൈസ്, ഇവിടുത്തെ ലാസ്റ്റ് ടോൾ പ്ലാസ ഇതാണ്. ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ വാഗാ ബോർഡറിന് അങ്ങോട്ടാണ് കേട്ടോ. ഇവിടെ ചായക്കടയൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ആ കണ്ണിൻ്റെ മുമ്പിൽ എനിക്ക് കാണാം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഫ്ലാഗ് പറക്കുന്നത്. ഗൈസ് ക്യാമറയിൽ ഗോപ്രോയിൽ തെളിയുന്നുണ്ടോയെന്ന് അറിയില്ല. ക്യാമറ മുമ്പിൽ വെച്ചിട്ടുള്ളതാണ്. നമ്മൾ അകത്തോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. യെസ്, അകത്തോട്ടുണ്ടാവും. എല്ലാവരും അകത്തോട്ട് പോകുന്നു, നമ്മൾ അവരുടെ പിന്നാലെ അകത്തോട്ട് പോകുന്നു. യെസ് ഗൈസ്, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ 1 കിലോമീറ്റർ മാത്രം. അങ്ങനെ നമ്മൾ റൈഡ് റിയലിൻ്റെ ഓടിച്ചു എവിടെ എത്തിയായി? പാകിസ്ഥാൻ്റെ ബോർഡർ വരെ എത്തിച്ചു നമ്മൾ. പിന്നെ അല്ല പവർ സർ പാർക്കിംഗ് കിട്ടറ സാറാണ്. നമ്മളെ പാർക്കിംഗ് ഇവിടെ തന്നെയാണ് ഗൈസ്. यस 12 रुपए 12 का मतलब इंग्लिश 12 12 12. ओके,
അങ്ങനെ നമ്മളിതാ പാർക്കിങ്ങിലെത്തി കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. പാർക്കിങ്ങിലെത്തി കഴിഞ്ഞിരിക്കുന്നു. ലാസ്റ്റിലാണെന്നൊക്കെ പറഞ്ഞത്. ഇവിടെ എവിടെയെങ്കിലും യെസ്, അതെ പാർക്കിങ്ങിലെത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇതാ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാഗും സാധനങ്ങളൊക്കെ കൊണ്ട് ലോക്കറിൽ സെറ്റ് ചെയ്യണം. ഇവിടെ അടുത്ത് ലോക്കർ എവിടെയെന്നൊക്കെ ചോദിച്ചു നോക്കാം. എന്താ അവിടെ പോലീസുകാരുണ്ട്. അവരോട് വെച്ചിട്ട് നമുക്ക് ഈ ബാഗും സാധനങ്ങളൊക്കെ ലോക്കറിലാക്കണം. ഉള്ളിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഇതാ ഞാൻ നടന്ന് ഫ്ലാഗ് പറഞ്ഞ ഫ്ലാഗിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഫ്ലാഗും കച്ചവടങ്ങളും ഇതാ ബ്രോനെ പോലെ ആൾക്കാർ ഫ്ലാഗൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നമുക്കിനി ലോക്കർ കണ്ടുപിടിക്കണം. സാധനങ്ങളൊക്കെ ലോക്കറിൽ സെറ്റ് ചെയ്യണം. യെസ് യെസ്, ഇവിടെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. എല്ലാവരും കൂടി വരുന്നുണ്ട്. ടൈമായി വരുന്നല്ലോ ഉള്ളൂ. യെസ് യെസ്, വൈബ് വേറെ ലെവലാണ് കേട്ടോ. വൈബിനെ കുറിച്ച് ഒന്നും പറയാനില്ല. യെസ്, ബ്രോ ആണ് എനിക്ക് ലോക്കർ കളിക്കുന്നത്. ബ്രോ जरा हाई बोल दीजिए, हमारा व्लॉग चल रहा है. हाय ब्रो फ्लैग कितना का है? ये 50 रुपीस का. ओ ये तो अभी तो नहीं चाहिए, छोड़ो, फ्लैग का शौक नहीं है. कैसे लाइक आपका फ्लैग सब लेते हैं? सब लेके जाते हैं. अंदर डांस पार्टी होता है. ओ बहुत सब, मजा करते हैं अंदर. डांस आप जाओगे मजा आएगा. ओ नाइस और नाइस. अंदर ये वो लोकर है सामने साइकिल में. अंदर ओके, रेस्टोरेंट भी है. हाँ ओके देखते हैं. अंदर जाके 4 नंबर 4 നമ്പർ ഓക്കെ ബൈ ബ്രോ. അങ്ങനെ ഇതാ ബാഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ബാഗ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ബാഗ് ഹെൽമെറ്റും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ബാഗ് ഹെൽമെറ്റും ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 150 രൂപ വാങ്ങിയിട്ടാണ്. ഞാൻ അവരോട് പറഞ്ഞ് എക്സ്പെൻസീവ് ആണല്ലോ. അത് എക്സ്പെൻസീവ് ആണ്, പക്ഷേ വാഗ ബോർഡറിൽ വന്നിട്ട് നമ്മൾ ബാഗ് എടുത്ത് ഉള്ളിൽ പോലെ ഇറക്കില്ലല്ലോ. പവർ ബാങ്ക് മുതൽ വയറിൽ എന്തും അവിടെ കൊടുക്കണം. ഇതപ്പം എൻ്റെ വേസ്റ്റ് ബാഗിൽ ആകെ ഫോണുകൾ മാത്രമാണ്. ഫോണുകളും എൻ്റെ ഗോപ്രോയും മാത്രമാണ്. പോക്കറ്റിലും കാര്യങ്ങളൊന്നും വയറില്ല. ഇവിടെ അതാ കണ്ടില്ലേ, റെസ്റ്റോറൻറ്റ്സ് കടകളും എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. യെസ്, അവിടെ ഇതൊക്കെ എന്താ സംഭവം? ഫുൾ ഓണാണല്ലോ ഇത്. ഫുൾ പാർട്ടി, ഫുൾ ഓൺ ചിൽ പരിപാടിയാണ് ഗൈസ്. ഇതാണ് ഉള്ളിലേക്ക് പോകേണ്ട ക്യൂട്ടാണ്. ഇവിടെ ഫുള്ള് ഞാൻ വിചാരിച്ച വൈബല്ല. ഞാൻ ഭയങ്കര സീരിയസ് വൈബാണ് വിചാരിച്ചത്, പക്ഷേ ഇവിടെ ചില്ല് വൈബാണ്. അതെ അതെ, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റി നല്ല സ്ട്രോങ് ആണ്, പക്ഷേ വൈബ്സ് ഒക്കെ ചില്ല. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിൻ്റെ ശേഷം നമ്മൾ പോകുന്ന ഈ വഴിയിലാണ്. കടകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ നോക്കി നമ്മളെ ഫ്ലാഗ് കാണടാ. ഏ ഇത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഫുൾ ഓൺ ഫുൾ പവർ വൈബിലാണ്. ഇത് ഉള്ളത് ലൈവ് ക്യാമറ. ഉള്ളിലേക്കുള്ള വഴി ഇതാണ് ഗേസ്. ബിൽഡിംഗ് ഉള്ള ഇത് ഇന്ത്യൻ്റെ പവലിയനാണ്. പരിപാടി അവസാനിച്ചിരിക്കുന്നു. കിടിലം പരിപാടി. ഞാൻ വിചാരിച്ച മാതിരി ഒന്നും അല്ല. പരിപാടി വേറെ ലെവലായിരുന്നു. അയ്യോ, റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു ഗൈസ്. റൊമാൻറ്റിഫിക്കേഷൻ വാസ് ഗ്രേറ്റ്. ഇനി നമ്മളിതാ ഫയർ എക്സിറ്റ്, എമർജൻസി എക്സിറ്റ് ഉണ്ടല്ലോ, ആ വഴി പുറത്തേക്ക് ഇറങ്ങിയാണ്
ഇനിയിപ്പോൾ അതാ പുറത്ത് ഈ ഉള്ളിലുള്ള ജനമൊക്കെ ഇനി പുറത്തുണ്ടാവും. അതെ നമുക്ക് ഞാൻ പുറത്ത് പോവാം, ഇതിൽ കേൾക്കണം, നല്ല വിഷമം. രാവിലെ കാര്യമായിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ ചെറുതായിട്ട് കഴിച്ചു, പിന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടല്ലോ വാഗാ ബോർഡർ എക്സ്പീരിയൻസ്. നിങ്ങൾ ഇതൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എന്തായാലും ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇന്ത്യയിൽ കാണേണ്ട ഒരു സാധനം എന്ന് പറയുമ്പോൾ ശരിക്കും കാണേണ്ട ഒരു സാധനം തന്നെയാണ്. പിന്നെ നല്ല പൊളി ഇപ്പോഴും ആ റൊമാൻറ്റിഫിക്കേഷൻ വിട്ടുമാറിയിട്ടില്ല. റൊമാൻറ്റിഫിക്കേഷൻ വിട്ടുമാറിയിട്ടില്ല. പറഞ്ഞ അതേപോലെ തന്നെ വേറെ ലെവൽ ക്രൗഡാണ് കേട്ടോ. ഞാൻ ശാന്തി പിടിച്ചതാ ഈ വഴിയിലൂടെ നടക്കണം. ഈ ഫ്ലാഗും ഒക്കെ കിട്ടില്ല, ഞങ്ങൾ ക്യാമറയിൽ മനസ്സിലാവുണ്ടാവില്ല, പക്ഷെ ഇവിടെ ഉണ്ടല്ലോ അമ്മാതിരി വലുപ്പം. വാഗാ ബോർഡർക്ക് വന്നവർക്ക് മനസ്സിലാവും ഈ ഫ്ലാഗിൻ്റെ വലുപ്പം. കിട്ടില്ല ഫ്ലാഗാണ്, പറക്കുന്നത് കാണാൻ തന്നെ വേറെ വൈബാണ്. അയ്യോ യെസ് ഗായ്സ്, ഐ ഗോട്ട് മൈ ബാഗ് ആൻഡ് ഹെൽമെറ്റ്. നമ്മളിതാ പാർക്കിലോട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം വെൽ ഓർഗനൈസ്ഡും വലിയ കിട്ടില്ല പാർക്കിങ്, എല്ലാ കാര്യങ്ങളും വേറെ ലെവലാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വാഗാ ബോർഡറിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ. പൊളി ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ ഇപ്പോഴും ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ. വണ്ടീൻ്റെ അടുത്ത് ആദ്യം പോകാം ഗായ്സ്. വണ്ടിയുടെ അടുത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. യെസ് ഗായ്സ്, ഇവിടെ നിന്ന് ഇറങ്ങാൻ ടൈമായി. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. പുറത്തോട്ട് പോവുകയാണ്. താങ്ക് യു. ഇവിടെ പ്രായമായ ആൾക്കാരൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവർ പോയാൽ നമുക്ക് പോവാം. അങ്ങനത്തെ വാഗാ ബോർഡറിൽ നിന്ന് ജസ്റ്റ് കയറി വരികയായിരുന്നു. അപ്പോഴാണ് ഇവിടെ വയ്യ സാധനം ഉണ്ടാക്കുന്നത്. ടിക്കിയാണ്, എങ്ങനത്തെ വൈബിളുള്ള ടിക്കാന്ന് യാതൊരു ഐഡിയ ഇല്ല. അതായത് നമ്മൾ സാധനത്തിൻ്റെ സാധനം കാണാനൊക്കെ വേറെ ലെവലാണ്. നമുക്ക് എന്തായാലും ഒരു ബൈറ്റ് എടുത്ത് ടേസ്റ്റ് ടെസ്റ്റിൻ്റെ ആ ചടങ്ങ് കേൾക്കാം. ദഹിയൊക്കെ ഇട്ടിട്ടുള്ള വേറെ ടൈപ്പ് ടിക്കിയാണ്. ഇവിടെ ഓരോ സൈഡ് പോകുമ്പോൾ ഓരോ വൈബാണ്. അതെ, സോസുകളുടെ വിസ്ഫോടനമാണ് കഴിച്ചതിൽ. കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവില്ല. എന്തായാലും തിന്നിട്ട് വരാം. രാവിലെ കഴിച്ചാണ്. നമ്മൾ ഗലി താണ്ടിയിട്ടാണ് വരുന്നത്. എൻ്റെ അമ്മമാര് ചെറിയ ഗലികളാണ് അറിയാം. അങ്ങനെ ഇതാ നമ്മൾ ബൈക്ക് ഇവിടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഫ്രീ ആയിട്ട് സ്റ്റേ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് സ്റ്റേ ഒപ്പിക്കട്ടെ ആദ്യം, എന്നിട്ട് വേണം ഇറങ്ങാനും പുറത്തിറങ്ങാനൊക്കെ. ആദ്യം പോയിട്ട് സ്റ്റേൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് പോയോക്കാം. നമുക്കിവിടെ റൂമിട്ട് ഇരിക്കുന്നത് ഫുള്ള് ലോക്കറാണ്. അടിയിൽ ഫുള്ള് ഡോർമെറ്ററി സെറ്റപ്പാണ്. എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ മിക്സ്ഡാണ്. കാണിക്കാൻ പറ്റില്ല, സോറി. ഞാൻ പുറത്ത് പോവാണ്, ഗുരുദ്വാരനാണ്ട് പോവാം. അങ്ങനെ അതാ ഗൈസ്, ഞാൻ ഗുരുദ്വാരൻ്റെ ഫ്ലോറിലാണ്. യെസ്, ഇവിടെ ഫാമിലിക്കും സ്ത്രീകൾക്കും മാത്രം റൂം കിട്ടും. ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അവസാനം ഇവിടെ സെറ്റായി. ഇവിടെ നിവാസ്, അതേപോലെ ഗുരുദ്വാര എന്ന് പറഞ്ഞിട്ട് കുറേ സെറ്റപ്പുകളുണ്ട്. പറ്റിക്കാൻ എല്ലായിടത്തും പറ്റിക്കാനുള്ള മാതിരി ഇവിടെയും റൂമൊക്കെ പറഞ്ഞിട്ട് പല സെറ്റപ്പുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഈ വീഡിയോയുടെ വെച്ച് അതിൻ്റെ പിയാണ്. ഗോൾഡൻ ടെമ്പിളൊന്ന് പോയി കറങ്ങി അടിച്ചു. യെസ്, നാളെ രാവിലത്തെ ഗോൾഡൻ ടെമ്പിളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി അടുത്ത വീഡിയോ കാണാം. ഈ വീഡിയോയുടെ വെച്ച് അതിൻ്റെ പിയാണ്. നിങ്ങൾ ഇതുവരെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ സീ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. sign off. Peace. Bye. See you in the next video. Peace, cause for life. Peace out.